ചൈനയെക്കാട്ടിലും ഉയരത്തിൽ ചൈനയ്ക്ക് മീതെ പറക്കാൻ ഇന്ത്യ ഒരുങ്ങിക്കഴിഞ്ഞു. ഏകദേശം 66,411 കോടിയുടെ നിക്ഷേപമാണ് ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇതെത്തുന്നതാവട്ടെ ഇസ്രായേൽ കമ്പനിയിൽ നിന്നും. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഈ 800 കോടി ഡോളറിന്റെ നിക്ഷേപം, 66,411 കോടി രൂപ എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുന്നത്? ഇതുകൊണ്ട് ഇന്ത്യക്കുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. മോദി സർക്കാരിന്റെ പ്രധാന ബിസിനസ് അജണ്ടകളിൽ ഒന്നാണ് സെമി കണ്ടക്ടർ ചിപ്പ്. ഇതിനായി കേന്ദ്ര സർക്കാർ 2021 ഡിസംബറിൽ ഏകദേശം $10 ബില്യൺ പദ്ധതികൾ ആരംഭിച്ചിട്ടുമുണ്ട്. 2023 ഒക്ടോബറിൽ കേന്ദ്ര IT മന്ത്രി രാജീവ് ചന്ദ്രശേഖറും ടവർ സെമി കണ്ടക്ടർ CEO റസൽ സി എൽ വാങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ നവോർ ഗില്ലനും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അർദ്ധചാലക മേഖലയിൽ ഇന്ത്യയും ഇസ്രായേൽ കമ്പനിയും തമ്മിലുള്ള പങ്കാളിത്തത്തെ കുറിച്ചാണ് അന്ന് ആ യോഗത്തിൽ അവർ ചർച്ച നടത്തിയിരുന്നത്. ഈ ടവൽ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ഒരു ഇസ്രായേൽ കമ്പനിയാണ്. നാനോമീറ്റർ ചിപ്പുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുമെന്നാണ് ഈ കമ്പനി അറിയിച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടി ആവശ്യമായ അനുമതിയും ഇവർ കേന്ദ്ര സർക്കാരിൽ നിന്ന് തേടിയിട്ടുണ്ട്. 300-ലധികം സ്ഥാപനങ്ങളും കമ്പനികളും ഇവരുടെ ഉപഭോക്താക്കളാണ്. അതുപോലെ തന്നെ അമേരിക്കയുടെ മൈക്രോൺ കമ്പനിയും നമ്മുടെ ഇന്ത്യയിൽ വൻ നിക്ഷേപം നടത്താം എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന 90% ചിപ്പുകളും ഇറക്കുമതിയാണ് ചെയ്യുന്നത്. ചൈന, തായ്വാൻ പോലെയുള്ള രാജ്യങ്ങളെയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ളവർ സെമി കണ്ടക്ടർ ചിപ്പുകൾക്കായി ആശ്രയിക്കുന്നത്. USA, യൂറോപ്യൻ യൂണിയൻ എന്നിവിടങ്ങളിലെ സ്ഥിതി ഇതുപോലൊക്കെ തന്നെയാണ്. ഈ സെമി കണ്ടക്ടർ ഉൽപാദന രംഗത്ത് ശക്തി ആർജിക്കാനുള്ള നീക്കങ്ങളിലാണ് ഇപ്പോൾ ഇന്ത്യ. മൈക്രോൺ ടെക്നോളജി ഇന്ത്യയിൽ നിന്ന് നിർമ്മിക്കുന്ന ആദ്യ സെമി കണ്ടക്ടർ ചിപ്പ് 2024 ഡിസംബറിൽ പുറത്തിറങ്ങുമെന്നാണ് കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പ്രഖ്യാപനം. ഇതിനുവേണ്ടി ഇന്ത്യ ചൈന, തായ്വാൻ രാജ്യങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഈ സമീപകാലത്ത് ഉയർന്നു വന്ന ചില രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ ആഗോള സെമി കണ്ടക്ടർ വ്യവസായ രംഗത്ത് വലിയ രീതിയിലാണ് പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്. കോവിഡ് കാല സങ്കീർണതകളും തായ്വാനിലെ ചൈനീസ് അധിനിവേശവും ചൈനയുമായുള്ള US, യൂറോപ്പ്, ഇന്ത്യ ഉൾപ്പെടെയുള്ളവരുടെ നയതന്ത്ര ബന്ധത്തിലുണ്ടായ വിള്ളലുകളുമെല്ലാം ഈ സാഹചര്യങ്ങളിൽ ചിലതാണ്. നമുക്കറിയാം, കോവിഡ് കാലത്ത് ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ഈ സെമി കണ്ടക്ടർ വിതരണ ശൃംഖലയിലുണ്ടായ പ്രതിസന്ധികളും വ്യവസായ രംഗത്തെ ആകപ്പാടെ പിടിച്ചുലച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ രാജ്യങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വരാനുള്ള കഠിന ശ്രമങ്ങളിലേക്ക് ഇറങ്ങുന്നത് തന്നെ. ഈ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു ശ്രദ്ധേയമായ മുന്നേറ്റമാണ് ഇന്ത്യ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഒരു സെമി കണ്ടക്ടർ ഹബ്ബാക്കി മാറ്റാനുള്ള വിവിധ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ സെമി കണ്ടക്ടർ ചിപ്പ്? വൈദ്യുതി ഭാഗികമായി മാത്രം കടത്തിവിടുന്ന പദാർത്ഥങ്ങളെയാണ് അർദ്ധചാലകങ്ങൾ അഥവാ സെമി കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്. സിലിക്കൺ, ജർമേനിയം തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇങ്ങനെയുള്ള ഈ അർദ്ധചാലക പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെ വൈദ്യുതിയുടെ ഒഴുക്ക് കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടി നിർമ്മിക്കുന്നവയാണ് സെമി കണ്ടക്ടർ ചിപ്പുകൾ. ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണുകൾ, വയർലെസ് ഉപകരണങ്ങൾ എന്നിവയ്ക്കെല്ലാം ഈ ചിപ്പ് വേണം. അതുപോലെ തന്നെ വാഹനങ്ങളുടെ എഞ്ചിൻ, ബ്ലൂടൂത്ത് സംവിധാനങ്ങൾ, സീറ്റ് സിസ്റ്റം, കൊളീഷൻ, ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ, ട്രാൻസ്മിഷൻ, വൈഫൈ, വീഡിയോ ഡിസ്പ്ലേ സിസ്റ്റം പോലെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യകൾക്കെല്ലാം ഇന്ന് ഇത്തരം ചിപ്പുകൾ ആവശ്യമാണ്. 2023 ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സന്ദർശനത്തിലൂടെ സെമി കണ്ടക്ടർ വ്യവസായ രംഗത്തേക്ക് വലിയ നിക്ഷേപങ്ങളെ ആകർഷിക്കാനും ആഗോള ശ്രദ്ധ നേടിയെടുക്കാനും സാധിച്ചു. ഇന്ത്യൻ സെമി കണ്ടക്ടർ വ്യവസായത്തിനായി അമേരിക്കൻ കമ്പനികൾ ഏകദേശം 25,000 കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ ധാരണയായിട്ടുണ്ട്. മൈക്രോൺ ടെക്നോളജി, അപ്ലൈഡ് മെറ്റീരിയൽസ്, ലാം റിസർച്ച് എന്നീ കമ്പനികളാണ് ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിന് തയ്യാറായിട്ടുള്ളത്. ഇന്ത്യക്കാരനായ ഒരു അമേരിക്കൻ വ്യവസായിയാണ് സഞ്ജയ് മെഹ്റോത്ര. അദ്ദേഹത്തിൻ്റെതാണ് ഈ മൈക്രോൺ ടെക്നോളജി. ഈ മൈക്രോൺ ടെക്നോളജി 5 വർഷം കൊണ്ട് 27,516 കോടിയുടെ നിക്ഷേപമാണ് ഇന്ത്യയിൽ നടത്തുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇതിന്റെ അസംബ്ലി, ടെസ്റ്റിംഗ്, പാക്കേജിംഗ് ഈ സൗകര്യത്തിന് അഹമ്മദാബാദിൽ തുടക്കവും ഇട്ടു കഴിഞ്ഞു. ബാംഗ്ലൂരിലാണെങ്കിൽ സഹകരണ എഞ്ചിനീയറിംഗ് സെന്റർ സ്ഥാപിക്കാനുള്ള പദ്ധതിയുമായാണ് അപ്ലൈഡ് മെറ്റീരിയൽസ് ഇന്ത്യയിൽ നിക്ഷേപത്തിനൊരുങ്ങുന്നത്. ഏകദേശം 3,280 കോടി രൂപയാണ് ഇവരുടെ നിക്ഷേപം. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ 60,000 ഹൈടെക് എഞ്ചിനീയർമാർക്ക് സെമി കണ്ടക്ടറുമായി ബന്ധപ്പെട്ട ലാം റിസർച്ച് പരിശീലനവും നൽകി കഴിഞ്ഞു. ഈ സെമി കണ്ടക്ടർ കൊണ്ട് ഇന്ത്യക്ക് എന്ത് നേട്ടമാണുള്ളത്? സാങ്കേതിക വിദ്യ രംഗത്തെ ഒരു ആഗോള ശക്തിയായി വളരാനുള്ള കഠിനാധ്വാനത്തിലാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് സുപ്രധാനമായ ഒരു മേഖലയിൽ ശക്തി ആർജിക്കേണ്ടതും അനിവാര്യമായ ഒരു കാര്യമാണ്. സെമി കണ്ടക്ടർ മേഖലയിലെ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. നൈപുണ്യ വികസനം, ഇലക്ട്രോണിക്സ് ഉപകരണ നിർമ്മാണ രംഗത്തിന്റെ വികാസം, സാങ്കേതിക വിദ്യാ വികാസം, ഉൽപാദനം, കയറ്റുമതി എന്നിവയിലുള്ള വളർച്ച, സാമ്പത്തിക വളർച്ച എന്നിവ സെമി കണ്ടക്ടർ വ്യവസായത്തിന്റെ ഫലമെന്നോണം ഇന്ത്യക്ക് കൈവരിക്കാനാകും.
ആഗോള ഉൽപാദന രംഗത്തെ ഇന്ത്യയുടെ സ്ഥാനം ഉയർത്താൻ സാധിക്കുന്നതിനൊപ്പം തന്നെ വലിയ രീതിയിൽ തൊഴിലുകൾ സൃഷ്ടിക്കാനും ഇതുവഴി നമുക്ക് സാധിക്കും. വൻതോതിലുള്ള നിക്ഷേപങ്ങൾ ഈ മേഖലയിൽ രാജ്യത്തേക്ക് എത്തുന്നതോടെ അതിന്റെ നേട്ടം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ കാരണമായി തീരും. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പോലെയുള്ള സർക്കാർ ദൗത്യങ്ങളിലൂടെ രാജ്യത്തെ ഇലക്ട്രോണിക് ഉപകരണ വ്യവസായം വളരുമ്പോൾ ചിപ്പുകളുടെ ആവശ്യകത സ്വാഭാവികമായും വർദ്ധിക്കും. നിലവിൽ സെമി കണ്ടക്ടറുകളും ഡിസ്പ്ലേ പാനലുകളും എല്ലാം ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന സാഹചര്യമാണ്. സെമി കണ്ടക്ടർ ഉൽപാദനം രാജ്യത്തിനകത്ത് പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാൻ ഇന്ത്യക്ക് സാധിക്കും. സെമി കണ്ടക്ടർ ലഭ്യത കൂടുതൽ കമ്പനികളെ രാജ്യത്തേക്ക് ആകർഷിക്കുന്നതിനും വഴിവെക്കും. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ 5G സാങ്കേതിക വിദ്യ വികസനത്തിനും ഇത് ശക്തി പകരും. നമ്മുടെ രാജ്യത്തെ സെമി കണ്ടക്ടറുകളുടെയും ഡിസ്പ്ലേകളുടെയും നിർമ്മാണത്തിന് വേണ്ടി ഇന്ത്യൻ ഗവൺമെന്റ് ഒരു പദ്ധതി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതാണ് സെമികോൺ ഇന്ത്യ പ്രോഗ്രാം. ഏകദേശം 76,000 കോടി രൂപയുടെ പദ്ധതിയാണിത്. ഈ രംഗത്തേക്കായി കടന്നുവരുന്ന സ്ഥാപനങ്ങൾക്ക് നിക്ഷേപ സൗകര്യമൊരുക്കുകയാണ് ഈ പദ്ധതിയിലൂടെ. ഇലക്ട്രോണിക്സ് ഉപകരണ നിർമ്മാണ രംഗത്തെ ഇന്ത്യയും ചൈനയും തമ്മിലൊരു ശീത യുദ്ധം തന്നെ നിലനിൽക്കുന്നുണ്ട്. ചൈന 30 വർഷം കൊണ്ട് ഈ മേഖലയിൽ കൈവരിച്ച നേട്ടം 10 വർഷം കൊണ്ട് സാധ്യമാക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. IT രംഗത്തെ സഹായിക്കാനുള്ള ജോലികളിൽ മാത്രം അറിയപ്പെട്ടിരുന്ന നമ്മുടെ ഇന്ത്യ ഇപ്പോൾ പതിയെ പതിയെ ഉൽപാദന രംഗത്തും ശക്തി ആർജിച്ചിരിക്കുകയാണ്. ഈ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലക്ഷ്യം തന്നെ ഇതാണ്. വലിയ ഇളവുകൾ നൽകിയാണ് ഇന്ത്യ വിദേശ കമ്പനികളെ ഉൽപാദനം നടത്താൻ വേണ്ടി ഇങ്ങോട്ട് ക്ഷണിക്കുന്നത്. ആപ്പിൾ, സാംസങ് തുടങ്ങിയ കമ്പനികളും ഷവോമി, റിയൽമി, ഒപ്പോ ഉൾപ്പെടെയുള്ള ചൈനീസ് കമ്പനികൾ വരെ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപാദനം ആരംഭിച്ചു കഴിഞ്ഞു. ഐഫോൺ ഉൽപാദനത്തിനായി ചൈനയെ അമിതമായി ആശ്രയിച്ചിരുന്ന ആപ്പിൾ അടുത്ത കാലത്തായി ഇന്ത്യയിൽ പുതിയ പ്ലാന്റുകൾ ആരംഭിക്കുകയും ഐഫോൺ ഉൽപാദനം ആരംഭിക്കുകയും ചെയ്തിരുന്നു. അതേസമയം സെമി കണ്ടക്ടർ രംഗത്തെ ചൈനയെ അകറ്റി നിർത്താൻ ഇന്ത്യക്ക് ഒരിക്കലും സാധിക്കുകയില്ല. സെമി കണ്ടക്ടർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹങ്ങളായ ജർമേനിയം, ഗാലിയം, സിലിക്കൺ തുടങ്ങിയവയുടെ ഏറ്റവും വലിയ കയറ്റുമതിക്കാരാണ് ചൈന. ഈ ലോഹങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ചൈന തന്നെയാണ് ഏറ്റവും മുന്നിലുള്ളത്. ലോകത്ത് ലഭ്യമായ 60% ജർമേനിയവും 90% ഗാലിയവും ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയാണ്. ഇത് പൂർണ്ണമായും ഒറ്റയ്ക്ക് സെമി കണ്ടക്ടറും മറ്റു ഉൽപ്പന്നങ്ങളുമാക്കി മാറ്റാനുള്ള ശേഷി ചൈനയ്ക്കില്ല. ഇക്കാരണത്താൽ അതിൽ വലിയൊരളവ് കയറ്റുമതിയും ചെയ്യുന്നു. ഏഷ്യൻ കമ്പനികൾ സെമി കണ്ടക്ടർ വ്യവസായ മേഖലയിൽ ശക്തി ആർജിക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ചൈനയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതയാണ്. ജർമേനിയം, ഗാലിയം എന്നിവ ഇന്ത്യയിൽ ഒട്ടും ഉൽപ്പാദിപ്പിക്കുന്നില്ല. സിലിക്കൺ ഉൽപാദനമാവട്ടെ വളരെ കുറവുമാണ്. ഇക്കാരണത്താലൊക്കെ തന്നെ രാജ്യത്ത് വളരുന്ന സെമി കണ്ടക്ടർ ചിപ്പുകളുടെ നിർമ്മാണത്തിനായുള്ള അസംസ്കൃത വസ്തുക്കൾക്കായി ചൈന ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളെ ഇന്ത്യക്ക് ആശ്രയിക്കേണ്ടതായി വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഈ സാഹചര്യങ്ങളിലാണ് ഇപ്പോൾ ഇസ്രായേൽ ടവർ സെമി കണ്ടക്ടർ കമ്പനിയിൽ നിന്ന് 66,411 കോടിയുടെ നിക്ഷേപം ഇന്ത്യയിലേക്ക് എത്തുന്നത്. അതായത് ഇസ്രായേലിന്റെ ഈ ടവർ സെമി കണ്ടക്ടർ കമ്പനി ഇന്ത്യയിൽ 8 ബില്യൺ ചിപ്പ് പ്ലാന്റ് നിർമ്മിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. സെമി കണ്ടക്ടർ ചിപ്പുകളുടെ ഇസ്രായേൽ ആസ്ഥാനമായുള്ള ഒരു പ്രമുഖ ഫൗണ്ടറിയാണ് ഈ ടവർ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഓട്ടോമോട്ടീവ്, മെഡിക്കൽ, ഇൻഡസ്ട്രിയൽ, കൺസ്യൂമർ, എയറോസ്പേസ്, പ്രതിരോധം തുടങ്ങി വളരുന്ന വിപണികളിൽ ലോകമെമ്പാടുമുള്ള 300-ലധികം ഉപഭോക്താക്കൾ ഈ കമ്പനിക്ക് സ്വന്തമാണ്. അതുപോലെ തന്നെ $356 മില്യൺ ആഗോള ഫൗണ്ടറി വരുമാനത്തിൽ ഈ കമ്പനി 7ാം സ്ഥാനത്താണ്. കൂടാതെ അതിന്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് $1 ബില്യൺ അധികമാണ്. എന്തായാലും ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഇന്ത്യയിൽ ആരംഭിക്കുകയാണെങ്കിൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയുടെ വികസനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടം തന്നെ കൈവരിക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.